പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ആത്മാർത്ഥതയോടെ ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവം നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും സാമ്പത്തിക മേഖലകളെയും നിങ്ങളുടെ സങ്കടങ്ങളെയും നിങ്ങളുടെ ആദിവ്യാധികളെയും ഞാൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, വിസ്മയങ്ങളുടെ ദൈവമാണ്. ഒട്ടും നനച്ചിരിക്കാത്ത സമയത്ത് കടന്നു വരുന്നൊരു ദൈവമാണ്. പ്രിയപ്പെട്ട മക്കളെ, ഓരോ ദിവസവും കുർബാന കഴിഞ്ഞ് ഞാൻ ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് ഞാൻ ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ദൈവജനത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആയതിനാൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ സങ്കടങ്ങളെയും നിങ്ങളുടെ കെട്ടുകളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും ഞാൻ സമർപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരു സഹോദരി വിശുദ്ധ കുർബാന കഴിഞ്ഞ സമയത്ത് ഓടി വന്ന് പറയുകയുണ്ടായി, അച്ഛാ, ഒരത്ഭുതം എൻ്റെ വീട്ടിൽ നടന്നു. മറ്റൊന്നുമല്ല, വളരെയധികം ബന്ധിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു അവരുടെ മകളുടെ കല്യാണം. അത് നടക്കാത്തത് കൊണ്ടൊരിക്കൽ ആ അമ്മയും മകളും വളരെയധികം നിരാശപ്പെട്ട് എൻ്റെ അടുത്ത് വരികയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. മറ്റ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ കുടുംബത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് അത്ഭുതകരമായി അവരാഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന്, ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന്, അതുപോലെ തന്നെ അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള നല്ലൊരു ബന്ധം അവർക്ക് അത്ഭുതകരമായി കടന്നു വരുന്നത് അവർ വന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണാതിരിക്കില്ല. നിങ്ങളുടെ സങ്കടങ്ങൾ കർത്താവ് കാണാതിരിക്കില്ല. നിങ്ങളുടെ ഏങ്ങലടികൾ കർത്താവ് ഗ്രഹിക്കാതിരിക്കില്ല. ഏത് ബന്ധനമാണെങ്കിലും, സാമ്പത്തിക മേഖലയിലെ കുരുക്കുകൾ, പറമ്പിൻ്റെ തടസ്സങ്ങൾ, കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളുടെ ജോലി, കുഞ്ഞുങ്ങളുടെ പഠനം, കുടുംബ സമാധാനം, കുടുംബത്തിലേക്ക് കടന്നു വരുന്ന അസ്വസ്ഥത, നിരന്തരമായ രോഗങ്ങൾ, ശ്വാസം മുട്ടൽ, ജോലിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ, കലഹങ്ങൾ, നിരാശകൾ, ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് പരിചയമുള്ള ഒരു മകള് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, അച്ഛാ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോയി. ഭർത്താവ് മരിച്ചുപോയി. 2 ആമക്കളാണ്. അവർ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരുന്ന് വിഷാദ രോഗത്തിൻ്റെ ബോർഡർ ലൈനിലേക്ക് ആ പാവപ്പെട്ട സഹോദരി കടന്നു വന്നിരിക്കുക. ഞാൻ അവരോട് പറഞ്ഞു, ഏറ്റവും വലിയ ഡോക്ടർ കർത്താവ, യേശുവ. ഈ ഒറ്റപ്പെടല്, ഈ വിഷാദം, ഈ നിരാശ, അകാരണ ഭയം, ആരുമില്ല എന്ന ചിന്ത, ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ, ആർക്കും തന്നെ മനസ്സിലാകാത്ത അവസ്ഥ, എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെടുന്ന അവസ്ഥ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കും, നിന്നെ ബലപ്പെടുത്തും. നീ തൊഴിൽ മേഖലകളിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോകാം, ജോലി സ്ഥലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടാം. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് ഈ അനുദിന പ്രാർത്ഥനയിലൂടെ നീ അഭയം തേടിക്കഴിഞ്ഞാൽ കർത്താവ് നിന്നെ എടുത്ത് ഉയർത്തും. നിന്നെ താഴ്ത്തിക്കെട്ടിയവരുടെ മുമ്പിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ കർത്താവ് നിന്നെ മഹത്വപ്പെടുത്തുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. മക്കളെ, കർത്താവിൻ്റെ വലിയ അഭിഷേകം നിങ്ങളിൽ എല്ലാവരുടെ മേൽ ഇന്ന് കടന്നു വരുന്നതായിട്ട് ഞാൻ കാണുകയാണ്. അനവധി പേര് സൗഖ്യം പ്രാപിക്കുന്നുണ്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ.
പ്രത്യേകിച്ച് ഉദര സംബന്ധമായ പീഡകളുള്ള നൂറുകണക്കിന് ദൈവജനത്തെ കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. വയറുവേദന മൂലം, ദഹനത്തിൻ്റെ അസ്വസ്ഥത മൂലം, വയറ്റിലെ അടിവയറ്റിലെ വേദന, വയറിങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ, ഗ്യാസിൻ്റെ അസ്വസ്ഥത. പ്രിയപ്പെട്ട മക്കളെ, ചില മേഖലകളിൽ ഗബ്രിയേൽ ആമോറ്റച്ചൻ പറയും, പ്രത്യേകിച്ച് ഉദര സംബന്ധമായ മേഖലകൾ വലിയ ഡെലിവറൻസ് ആവശ്യമുള്ള മേഖലയാണ്, വിമോചനം ആവശ്യമുള്ള മേഖലയാണ്. കർത്താവ് തൻ്റെ നാമം, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, നിന്റെ ഉദര സംബന്ധമായിട്ടുള്ള പൈശാചികമായ പീഡകൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗബന്ധനങ്ങൾ കർത്താവ് ഇന്ന് എടുത്ത് മാറ്റുകയാണ്. ഒരമ്മ എന്നെ തൻ്റെ മകൻ്റെ ഫോട്ടോ അയച്ചു. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു മകനാണ്. പക്ഷെ അവൻ മദ്യത്തിന് അടിമയായി അവൻ ചെയ്യുന്നത് എന്തെന്ന് അവൻ അറിയാതെ അവൻ്റെ കുടുംബം തകരുന്നത്, അവൻ്റെ സമ്പത്ത് തകരുന്നത്, അവൻ്റെ ആരോഗ്യം തകരുന്നത് അറിയാതെ പോകുകയാണ്. അവനെ ഉപദേശിക്കാൻ പറ്റുന്നില്ല. കാരണം അവന് അമ്മയേക്കാൾ വലിയ സാമർഥ്യമാണ്, അമ്മയേക്കാൾ അതിബുദ്ധിയാ. ആയതിനാൽ ഒരു വാക്ക് അങ്ങോട്ട് പറയുമ്പോൾ രണ്ട് വാക്ക് ഇങ്ങോട്ട് പറഞ്ഞ് അമ്മയെ നിശബ്ദയാക്കി കളയും. ഇനി അമ്മയുടെ ഏക മാർഗമെന്ന് പറയുന്നത് കർത്താവാണ്. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതൊരമ്മയുടെ മാത്രം കഥയല്ല. ഇതേപോലെ വേദനിക്കുന്ന, വിഷമിക്കുന്ന, എന്ത് ചെയ്യണമെന്നറിയാത്ത എത്രയോ അമ്മമാരുണ്ട്. ആ അമ്മമാരുടെ എല്ലാവരുടെയും സങ്കടങ്ങളാണ്. മക്കളുടെ മദ്യപാന ലഹരി, തെറ്റായ ബന്ധങ്ങൾ, അനുസരണക്കേടുകൾ, മൊബൈലിനോടുള്ള ആസക്തികൾ, അടിമത്തങ്ങൾ, തൊഴിലിന് പോകാത്ത അവസ്ഥ, വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത അവസ്ഥ, വിഷാദരോഗം, അകാരണ ഭയം, ദുഃഖം, നിരാശ, ഈ മേഖലകളിലേക്കെല്ലാം ഇതാ കർത്താവിൻ്റെ ആത്മാവ് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം ഹോസിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-2 തിരുവചനമാണ്. ഹോസിയ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്: ഇസ്രയേൽ, നിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ആത്മാവോ, നമ്മുടെ കുടുംബമോ, നമ്മുടെ ജീവിതമോ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ തിരിച്ചു പിടിക്കാൻ, ദൈവത്തിൻ്റെ അഭിഷേകം തിരിച്ചു പിടിക്കാൻ ഒരേ ഒരു മാർഗമാണുള്ളത്. കർത്താവിൻ്റെ പക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ, ആത്മാർത്ഥതയോടെ തിരിച്ചു വരിക. കർത്താവിലേക്ക് തിരിച്ചു വരിക. നിന്റെ അകൃത്യങ്ങൾ മൂലമാണ് നിന്റെ കാലിടറിയത്. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. എന്തുകൊണ്ട് നിരന്തരമായ ബന്ധനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് വിട്ടുമാറുന്നില്ല? വചനം പറയുകയാണ്, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നാം ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി. അതുപോലെ നമ്മുടെ കാലിടറി, നമ്മുടെ ഭവനമിടറി, നമ്മുടെ കുടുംബം തകർന്നു, സമ്പത്ത് തകർന്നു, ആരോഗ്യം തകർന്നു. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത വചനം പറയുക, കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക. കുറ്റങ്ങൾ, കുറവുകൾ, പോരായ്മകൾ, ബലഹീനതകൾ, തഴക്കദോഷങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നീ തിരിച്ചു വരിക. അവിടത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോദേ ഗ്ലോറിയ തേ സിഞ്ഞോറെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വന്നിറങ്ങണമേ. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, സാമ്പത്തിക മേഖലകളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, മക്കളിലേക്ക് പരിശുദ്ധാത്മാവേ ചിറകടി സ്വരമായി, കാറ്റായി, തീ അഭിഷേകമായി, അനോയിന്റിങ്ങായി പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.
സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോമിശിയുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മന ശക്തിയോടുകൂടെ ഈ ദൈവമക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകൾ ഈ നിമിഷം ഇവരിൽ നിന്ന് വിട്ടുമാറട്ടെ. ഇവരെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങൾ അശുദ്ധാരൂപികളിൽ നിന്നും ഈ ദൈവജനത്തെ ഞാൻ മോചിക്കുന്നു. ഇവരുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവിധ തിന്മകൾ, നാശകരമായ ജീവികൾ, പ്രകൃതി വിരുദ്ധ ശക്തികൾ വിട്ടുപോകണമെന്നും ഇവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമെന്നും പവിത്രീകരിക്കണമെന്നും ശക്തിപ്പെടുത്തണമെന്നും യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് ആത്മരക്ഷയും സൗഖ്യവും ലഭിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ദുഷ്ടാരൂപികളും പൈശാചിക വഞ്ചനയുടെ കൂത്താട്ടങ്ങളും അകന്നു പോകട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന വസ്തുവകകൾ, ജീവിത സാഹചര്യങ്ങൾ, കുടുംബങ്ങൾ, പറമ്പുകൾ, റൂമുകൾ എല്ലാവിധ അശുദ്ധതയിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. മന്ത്രവാദങ്ങളുടെയും കൂടോത്രങ്ങളുടെയും സർപ്പദോഷങ്ങളുടെയും കൈവശങ്ങളുടെ ശക്തികൾ ഈ പ്രാർത്ഥനയാൽ വിട്ടുമാറട്ടെ. സർവശക്തനും നിത്യനുമായ ദൈവമേ, മനുഷ്യവർഗത്തെ മോചിക്കുന്നതിനായി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ ശുശ്രൂഷയെ അവിടുന്ന് കരുണാപൂർവം കടാക്ഷിക്കണമെന്നും കൃപാമുകൃപ മഹത്വപ്പെടുത്തണമെന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവായ ജീവദായകമായ പരിശുദ്ധാത്മന്റെ ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്നും അങ്ങയുടെ ഈ ശുശ്രൂഷ തിന്മകളിൽ നിന്നും എല്ലാ വ്യക്തികളെയും വസ്തുക്കളെയും സ്ഥലങ്ങളെയും മോചിക്കണമെന്നും വിശുദ്ധീകരിക്കണമെന്നും ഈ പ്രാർത്ഥന ഇത് കേൾക്കുന്ന മക്കൾക്കെല്ലാവർക്കും ദിവ്യമായ ഔഷധമായി തീരണമെന്നും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് I command every spirit of evil to depart from you. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ എല്ലാവിധ തിന്മയുടെ അരൂപികളും നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ്റെ നാമത്തിൽ ആമേൻ.